തിരുവനന്തപുരത്തെ 6 കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനിൽ തമ്പിയെ തിരുവനന്തപുരത്തെത്തിച്ചു. വ്യവസായി അനിലിനെ ചെന്നൈയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഒടുവിൽ പ്രതിയെ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ഇയാൾക്കെതിരായ കേസും കേസിന്റെ വിശദാംശങ്ങളും? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കവടിയാറിൽ 6 കോടി രൂപ വരുന്ന ഒരു വസ്തുവും അതോടൊപ്പം തന്നെ വീടും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അനിലിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു. അതിൽ വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്. അതായത് ഈ അനിലിന്റെ ഒരു വീടുണ്ട് കവടിയാറ്, അതിനടുത്ത് തന്നെയാണ് ഈ മറ്റൊരു വീടും സ്ഥലവും ഉണ്ടായിരുന്നത്. അത് ഇയാൾക്ക് സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം വരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിന്റെ ഉടമയായ ഡോറയോട് ചോദിക്കുന്നു. ഡോറ പക്ഷേ നാട്ടിലില്ല, ഡോറ നിലവിൽ അമേരിക്കയിലാണുള്ളത്. അപ്പോൾ ഡോറയോട് ചോദിക്കുമ്പോൾ അവർക്ക് അത് വിൽക്കാനുള്ള താല്പര്യമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ വസ്തു എങ്ങനെയും സ്വന്തമാക്കിയേ കഴിയൂ എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് ഇവർ വ്യാജമായി രേഖകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അന്ന് അവർ ചെയ്തതെന്ന് പറയുന്നത് ഈ ഡോറയുമായി രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ വസ്തുക്കൾ വ്യാജ രേഖകൾ ഉണ്ടാക്കി ഇത് ഡോറ ആണ് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മകൾക്ക് ദാനം ചെയ്യുകയാണ്, വസ്തുക്കൾ എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് എഴുതി കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ തട്ടിപ്പ് വിവരം പുറത്തു വരുന്നത് നിലവിൽ അമേരിക്കയിലുള്ള ഈ ഡോറയുടെ ബന്ധു ഇവിടെ എത്തി ഈ സ്ഥലത്തിന്റെ കരമടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഡോറ ആ സ്ഥലം വിറ്റതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. അങ്ങനെയാണ് അനിലിന്റെ നേതൃത്വത്തിലാണ് ഈ വസ്തു തട്ടിയെടുത്തെന്നുള്ള വിവരം മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനെ ഉൾപ്പെടെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡോറ എന്ന പേരിൽ വന്ന സ്ത്രീയെയും അവരുടെ മകളിലെ ആയി വന്ന രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അനിലിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അന്ന് മുതൽ മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ ഇയാളെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നു. ഒരു വ്യവസായിയാണ്, അയാൾ സംസ്ഥാനം വിട്ടിരുന്നു. വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയാലും കണ്ടെത്തിയില്ല. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ചെന്നൈയിലുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചെന്നൈയിലെത്തി ഇന്നലെ വൈകുന്നേരം കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. സ്വാഭാവികം റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ വ്യാജരേഖയുമായി ബന്ധപ്പെട്ട് കുറച്ചുപേർ ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണം. അത് അനിലിന്റെ ചോദ്യം ചെയ്യലിലൂടെ ലഭ്യമാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ.